യുദ്ധം, അലേർട്ട്, മിസൈല് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ പ്രവാസികൾ വട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല. വീട്ടിലിരുന്ന് ഞങ്ങൾ മടുത്തു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു തൊട്ടടുത്തുള്ള അൻസാറിൽ പോയിട്ട് കുറച്ച് മാങ്ങ മേടിച്ചിട്ട് വരാം, എന്നിട്ട് അതൊക്കെ ഇരുന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അൻസാർ അടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അൻസാറി വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്ലാൻ മാറി. എന്തായാലും ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ നേരെ നമുക്ക് മാർക്കൻ സേവിൽ പോവാം, അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് യൂബർ വിളിച്ചു കേട്ടോ. യൂബർ വിളിച്ച് മാർക്കൻ സേവിലേക്ക് പോകുന്ന വഴിക്ക് ഓൺ ദ വേ നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി. നമ്മൾ അടാർ തട്ടുകടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവാം. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. നമ്മൾ ബുക്ക് ചെയ്ത അടാർ തട്ടുകട മത്താർ കദീമിലും നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് മുന്തസയിലുമാണ് കേട്ടോ. അതായത് രണ്ട് സ്ഥലം ബുക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുറത്ത് കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴയ മിഠായികളും പിന്നെ ദേ ഈ മുട്ടയ്ക്കകത്ത് പച്ചമുളക് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം, ഇത് നാട്ടിൽ കഴിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കെട്ടിയവൻ അതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ഇറക്കം ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലിരുന്നപ്പം നമുക്ക് മാങ്ങാപ്പഴം കഴിക്കാൻ ഒരു മോഹം. അങ്ങനെ നമ്മൾ മാങ്ങ മേടിക്കാൻ വേണ്ടി വീടിൻ്റെ തൊട്ടടുത്തുള്ള അൻസാറിലേക്ക് നടന്നു. അവിടെ നിന്ന് നമ്മൾ നടന്നു വന്ന് അൻസാറിലും കയറി അൽമിരയിലും കയറി. നമ്മളൊന്നും മാങ്ങ മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് തീരുമാനം മാറ്റി നേരെ മാർക്കാൻ സേവിലേക്ക് വിട്ടു. ഉംഗുലിയിൽ നിന്ന് നേരെ മത്താർ കദീമിലേക്ക് വിട്ടു. അപ്പോൾ ഓൺ ദ വേ നമ്മുടെ ആഗ്രഹം നമ്മൾ വീണ്ടും മാറ്റി. മാർക്കാൻ സേവിലേക്ക് പോകണ്ട, അടാർ തട്ടുകടയിലേക്ക് പോകാൻ തീരുമാനം, ചായ കുടിക്കാൻ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി അടാർ തട്ടുകട ബുക്ക് ചെയ്തത് വേറെ ഒരെണ്ണം, വന്നത് വേറെ ബ്രാഞ്ച്. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് ഇനി എങ്ങോട്ടാ? ചായ കുടിച്ചിട്ട് മാർക്കൻ സേവ്. അതെ, മാർക്കൻ സേവ്. എന്തിനായിരുന്നു? മാങ്ങ മേടിക്കാൻ. അവിടെ പോയി ഞാൻ വേറെ പലതും മേടിച്ചിട്ട് വീട്ടിൽ. അങ്ങനെ നോക്കിയപ്പം അവിടെ എഴുതി വെച്ചേക്കുന്നു സിപ്പപ്പ് കിട്ടുമെന്ന്. പിന്നെ നമ്മൾ വിടുമോ? നമ്മൾ 3 സിപ്പപ്പും പറഞ്ഞു. അങ്ങനെ അവന് സിപ്പപ്പൊക്കെ കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച അവൻ്റെ അടുത്തേക്ക് ചാടി കയറി അവനായി ഇരുന്നിടത്തൊന്ന് മറിഞ്ഞ് വീണ്. പിന്നെ അവനെ എടുത്ത് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ പാർക്കിൽ വന്ന് ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അലേർട്ടും കിട്ടി. അങ്ങനെ നമ്മൾ നേരെ മാർക്കാൻ സേവി വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതേ ഒരാൾ പിള്ളേരുടെ സെക്ഷനിൽ നിന്ന് തോക്കൊക്കെ എടുത്തിട്ട് അവിടെ വെടി വെച്ച് കളിക്കുന്നു. എന്തായി മാങ്ങ മേടിക്കാൻ പോയിട്ട് നല്ല ഇരുപ്പാ. നമ്മൾ മാങ്ങ മേടിക്കാൻ പോയി. വേറെ എന്തൊക്കെയോ മേടിച്ചു. ഇങ്ങനെ പോണ വഴിക്ക് പല കടകളിലും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു 1:30 മണിയായപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.